ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ ടീച്ചേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഷോർട്ട് ഫിക്ഷൻ ആണ്. അതിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ദ പേപ്പർ മെനേജറി ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ കെൻ ലിയോ. So let's just move on to the chapter. Before that we have to discuss about the author Ken Liu. നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഓഥറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം കേട്ടോ. Ken Liu is a popular Chinese-American author and translator of speculative fiction. He was born in Lanzhou, an industrial city in Gansu province in northwest China. When Liu was only 4, his parents moved to the USA. Liu lived in China with his paternal grandparents, who were science professors. They had a collection of books. Liu was a voracious reader. He read Taiwanese romance novels, Mandarin translations of Sherlock Holmes, and American science fiction. When he was 14, he moved to Palo Alto, California to live with his parents. He was excellent at school. After schooling, he joined Harvard College, where he studied English and computer science. He graduated in 1998. He joined Harvard Law School, got his Juris Doctor in 2004. Before becoming a full-time writer, he worked as a software engineer, corporate lawyer, and litigation consultant. ഇവിടെ പറയുന്നത് കെൻ ലിയു ഒരു ചൈനീസ് അമേരിക്കൻ റൈറ്ററും അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്ററുമാണ്. നോർത്ത് വെസ്റ്റ് ചൈനയിലെ ഗാൻസു പ്രോവിൻസിലെ ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ടുള്ള ലാൻഷുവിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസ് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ പാറ്റേണൽ ഗ്രാൻഡ് പാരൻസിനൊപ്പം ലിയു ചൈനയിലായിരുന്നു. അവർ സയൻസ് പ്രൊഫസേഴ്സ് ആയിരുന്നു. അവർക്ക് പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ലിയു ഒരു വലിയ വായനക്കാരനായിരുന്നു. തൈവാനീസ് റൊമാൻസ് നോവൽസ്, അതുപോലെ തന്നെ ഷെർലക് ഹോംസിൻ്റെ മാൻഡറിൻ ട്രാൻസ്ലേഷൻസ്, അമേരിക്കൻ സയൻസ് ഫിക്ഷൻ തുടങ്ങിയവയൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. ഹിയർ മാൻഡറിൻ എന്നതിന് ഉദ്ദേശിക്കുന്നത് ചൈനീസ് ലാംഗ്വേജിനെയാണ് കേട്ടോ. അദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം കാലിഫോർണിയയിലെ പാലോ ആൽറ്റോ എന്ന സ്ഥലത്തേക്ക് തൻ്റെ പാരൻസിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പഠനത്തിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഹാർവർഡ് കോളേജിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസുമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 1998 ഡിഗ്രി എടുത്തു. പിന്നീട് അദ്ദേഹം ഹാർവർഡ് ലോ സ്കൂളിൽ ചേർന്നു. അവിടെ നിന്നും 2004 അദ്ദേഹം ജൂറിസ് ഡോക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ടൈം റൈറ്റർ ആകുന്നതിന് മുൻപ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോയറായിട്ടും ലിറ്റിഗേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടും ഒക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ലിയോ ഇസ് എ prolific writer. His first published work is Carthaginian Rose. The Paper Menagerie and Other Stories was published in 2016. His The Hidden Girl and Other Stories came out in 2020. He also wrote The Dandelion Dynasty. His heroes are engineers, not wizards. He coined the word silkpunk to describe a technology aesthetic. He has translated many books from Mandarin to English. Many of his books are adapted for films. He has received many awards and honors. Currently, he lives near Boston with his wife and 2 daughters. ഇവിടെ പറയുന്നത് അദ്ദേഹം ധാരാളം എഴുതുന്ന ആളാണ്. അദ്ദേഹം ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന പുസ്തകം എന്ന് പറയുന്നത് കാത്തജീനിയൻ റോസ് ആണ്. ദ പേപ്പർ മാനേജറി ആൻഡ് അതർ സ്റ്റോറീസ് 2016 അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഹിഡൻ ഗേൾ ആൻഡ് അതർ സ്റ്റോറീസ് അദ്ദേഹം 2020 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദ ഡാൻഡലൈൻ ഡൈനാസ്റ്റിയും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ആയിരുന്നു, അല്ലാണ്ട് വിസാർഡ്സോ ഒന്നും ആയിരുന്നില്ല. ഹിയർ വിസാർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറിയാലോ, നമ്മുടെ മന്ത്രവാദികളും അതുപോലെ തന്നെ മാജിക്കാരും ഒന്നും ആയിരുന്നില്ല. ടെക്നോളജിയുടെ ആ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സിൽക്ക് പങ്ക് എന്നൊരു വേർഡ് സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാൻഡറിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം ധാരാളം ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളെ ആസ്പദമാക്കിയിട്ട് ധാരാളം ഫിലിംസ് എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പല ഹോണേഴ്സും അതുപോലെ തന്നെ അവാർഡ്സും ഒക്കെ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ വൈഫിനും 2 പെൺമക്കൾക്കുമൊത്ത് ഇപ്പോൾ ബോസ്റ്റണിലാണ് ജീവിക്കുന്നത്. ഓക്കെ ടിയേഴ്സ്, നൗ വി ഹാവ് ടു മൂവ് ഓൺ ടു ദ ചാപ്റ്റർ ദ പേപ്പർ മെനേജറി. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദ പേപ്പർ മെനേജറി. One of my earliest memories is my sobbing. I refused to be comforted even though mom and dad tried. Dad gave up and left the bedroom, but mom made me sit down at the breakfast table. She took out a sheet of wrapping paper from the top of the fridge. For years, mom carefully opened the wrappings around Christmas gifts and kept on the fridge. She began to fold it. I stopped crying and watched her. She turned the paper over and folded it again. She pleated, packed, tucked, rolled and twisted until the paper disappeared between her cupped hands. Then she lifted the folded-up paper packets to her mouth and blew into it like a balloon.
A little paper tiger stood on the table. She called it Lao. The skin of the tiger was the pattern on the wrapping paper. I took Mom's creation. Its tail twitched and it pounced playfully at my finger. It also made a sound. I laughed, startled. Mom said it is called origami. This was her magic. ഇവിടെ പറയുന്നത് ആക്ച്വലി ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നെറേറ്റർ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ നെറേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ജാക്കാണ്. അദ്ദേഹമാണ് ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് എൻ്റെ ആദ്യ ഓർമ്മകളിൽ ഒന്ന് ഞാൻ സോബ് ചെയ്യുന്നത്. ഹിയർ സോബിങ് മീൻസ് ഏങ്ങലടിക്കുക എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഞാൻ ഏങ്ങലടിക്കുന്നതാണ്. എൻ്റെ പാരൻസ് എൻ്റെ കരച്ചിൽ നിർത്താൻ ശ്രമിച്ചെങ്കിലും എൻ്റെ കരച്ചിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ കരച്ചിൽ നിർത്താനുള്ള ഒരു പരിശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി. എന്നാൽ എൻ്റെ മമ്മി എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്തിരുത്തി. ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും സാധനങ്ങൾ പൊതിയുന്ന ഒരു കടലാസ് അവർ എടുത്തു. കൊല്ലങ്ങളായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ പൊതിഞ്ഞു വരുന്ന ഒരു റാപ്പിംഗ് പേപ്പർ മമ്മി അവിടെ സൂക്ഷിച്ച് നീക്കി ഫ്രിഡ്ജിന് മുകളിൽ വയ്ക്കുമായിരുന്നു. മമ്മി എടുത്ത ഷീറ്റ് മടക്കി. ഞാൻ കരച്ചിൽ നിർത്തി. മമ്മിയെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. മമ്മി കടലാസ് തിരിച്ചു മടക്കി അത് തിരിച്ചും മറിച്ചും ഞൊറിഞ്ഞുമൊക്കെ അവരുടെ കൈക്കുള്ളിൽ അവർ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പേപ്പർ അവർ വായിലേക്ക് കൊണ്ടുപോയി ബലൂൺ വീർപ്പിക്കുന്ന പോലെ ഊതി വീർപ്പിച്ചു. ആ പേപ്പർ ചെറിയൊരു ടൈഗറിൻ്റെ രൂപത്തിൽ മേശപ്പുറത്ത് വെച്ചു. മമ്മി അതിനെ ലാഹോ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്കിൻ റാപ്പിംഗ് പേപ്പറിൻ്റെ ഡിസൈനിലായിരുന്നു. മമ്മിയുടെ ആ ഒരു ക്രിയേഷൻ ഞാൻ കയ്യിലെടുത്തു. അതിൻ്റെ വാൽ ഇങ്ങനെ ചലിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കിടന്ന് അത് ചാടി. അതൊരു സൗണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായി. അതിശയത്തോടെ ഞാൻ ചിരിച്ചു. മമ്മി പറഞ്ഞു അത് ഒറിഗാമിയാണെന്ന്. മമ്മിയുടെ മാജിക് ആയിരുന്നു അത്. ആക്ച്വലി ഈ ഒരു ഒറിഗാമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ മടക്കി പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലയാണ് കേട്ടോ. ജാപ്പനീസിലെ ഒരേഖാമി എന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അത് യോജിപ്പിച്ചിട്ടാണ് ആ ഒരു ഒരേഖാമി ഉണ്ടായിട്ടുള്ളത്. ഒരേ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഫോൾഡ് എന്നും അതുപോലെ തന്നെ കാമി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പേപ്പർ എന്നുമാണ് കേട്ടോ. ദെൻ Dad had picked Mom out of a catalog. He had signed up for the introduction service back in 1973. Flipping through the pages steadily, he saw the picture of Mom. She was 18, loved to dance and spoke good English, and she was from Hong Kong. None of this was true. He wrote to her and the company passed their messages back and forth. Finally, he flew to Hong Kong to meet her. The people at the company had been writing her responses. She didn't know any English other than hello and goodbye. Instead of getting angry with the company, he got a translator. He went back to the US and got the papers ready for her to come to him. I was born a year later in the year of the tiger. ഇവിടെ പറയുന്നത് ഫാദർ മമ്മിയെ കണ്ടുപിടിച്ചത് ഒരു കാറ്റലോഗിൽ നിന്നുമാണ്. 1973 ഇൻട്രൊഡക്ഷൻ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹം പേര് കൊടുത്ത ഫോട്ടോകളുള്ള ഒരു പരസ്യ പുസ്തകം മറിച്ച് നോക്കിയ സമയത്ത് മമ്മിയുടെ ഫോട്ടോ കാണാനിടയായി. അതിലെഴുതിയിരുന്നത് മമ്മിക്ക് 18 വയസ്സാണ്, ഡാൻസ് ഇഷ്ടമാണ്, ഹോങ്കോങ്ങിൽ നിന്നായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല വശമാണ് എന്നൊക്കെ ആയിരുന്നു. ഇതൊന്നും തന്നെ സത്യമായിരുന്നില്ല. എൻ്റെ ഫാദർ മമ്മിക്ക് എഴുതി. എന്നാൽ കമ്പനിയാണ് അവരുടെ എഴുത്തുകൾ. ഹിയർ ബാക്ക് ആൻഡ് ഫോർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരുന്നത്. അവസാനം മമ്മിയെ കാണാൻ എൻ്റെ ഫാദർ ഹോങ്കോങ്ങിലേക്ക് പോയി. മമ്മിയുടെ എഴുത്തുകൾ എന്ന രീതിയിൽ കമ്പനിയായിരുന്നു ഫാദറിന് ആ ഒരു ലെറ്റേഴ്സിനെല്ലാം തന്നെ റിപ്ലൈ അയച്ചുകൊണ്ടിരുന്നത്. മമ്മിക്ക് ആകെപ്പാടെ 2 ഇംഗ്ലീഷ് വേർഡ്സ് മാത്രമേ അറിയുമായിരുന്നുള്ളൂ, ഹലോ, ഗുഡ് ബൈ. പക്ഷേ ഫാദർ കമ്പനിയോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെ ഫാദർ മമ്മിയോട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം US തിരിച്ചുപോയി. US വരാനുള്ള എല്ലാ പേപ്പേഴ്സും ഫാദർ മമ്മിക്ക് അയച്ചു കൊടുത്തു. 1 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. ചൈനയിൽ ടൈഗറിൻ്റെ വർഷമായിരുന്നു അത്. ദെൻ Mom made me a god, a deer and a water buffalo out of wrapping paper. They ran around the living room while Lahu chased after them, growling. When he caught them, he would press down until the air went out of them and they became just folded up pieces of paper. I would then have to blow into them to reinflate them so they could run around again. Sometimes the animals got into trouble. Once, the water buffalo jumped into a dish of soy sauce on the table at dinner. Lahu liked to pounce at sparrows when he and I played in the backyard. But one time a cornered bird struck back in a desperation and tore his ear. He whimpered and winced as I held him and Mom patched his ear together with tape. He avoided birds after that. ഇവിടെ അദ്ദേഹം പറയുന്നത് മമ്മി എനിക്ക് ആ ഒരു റാപ്പിംഗ് പേപ്പർ കൊണ്ട് ആടിനെയും മാനിനെയും അതുപോലെ തന്നെ വാട്ടർ ബഫലോയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അവ ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഓടിച്ചാടി നടക്കും. ലാഹു മുരണ്ടുകൊണ്ട് ഹിയർ
ഗ്രോളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുരളുക എന്നാണ് കേട്ടോ. മുരണ്ടുകൊണ്ട് അവരെ ഓടിക്കാറുണ്ടായിരുന്നു. അവരെ പിടികിട്ടിയാൽ അവൻ അവയെ ഞെക്കി കാറ്റ് പുറത്തേക്ക് വിടും. അപ്പോൾ അതെല്ലാം പേപ്പർ പീസസ് ആയിട്ട് മാറുമായിരുന്നു. ഞാൻ അവയെ എടുത്ത് വീണ്ടും ഊതി വീർപ്പിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് ആ ഒരു ആനിമൽസ് കുഴപ്പത്തിൽ ചാടുമായിരുന്നു. ഒരിക്കൽ വാട്ടർ ബഫലോ ഡൈനിങ് ടേബിളിൽ വച്ചിരുന്ന സോയ് സോസിലേക്ക് ചാടി. ഞങ്ങൾ പുറത്ത് കളിക്കുമ്പോൾ ലാഹോ പലപ്പോഴും ബേർഡ്സിൻ്റെ നേരെ ചാടാറുണ്ട്. ഒരിക്കൽ ദേഷ്യം വന്ന ഒരു ബേർഡ് തിരിഞ്ഞു കൊത്തി അവൻ്റെ ചെവി കീറിക്കളഞ്ഞു. ലാഹോ എൻ്റെ കയ്യിലിരുന്നു കൊണ്ട് പുളയുകയും അതുപോലെ തന്നെ കരയുകയൊക്കെ ചെയ്തു. മമ്മി ഒരു ടേപ്പ് എടുത്ത് അവൻ്റെ ചെവി ഒട്ടിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ അവൻ അങ്ങനെ ബേർഡ്സിനെ ഒന്നും തന്നെ ശല്യപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. One day I saw a TV documentary about sharks and asked mom for one of my own. She made one for me. I put it in a sink and he swam round happily. After some time, it slowly sank to the bottom and ended up as a wet piece of paper. Even Lahu felt sad. Mom made a new shark for me, this time out of tin foil. The shark lived happily in a large goldfish ball. Lahu and I liked to sit next to the ball to watch the tin-foiled shark chasing the goldfish. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാൻ ഒരു TV ഡോക്യുമെൻ്ററി കാണുന്ന സമയത്ത് ഷാർക്സിൻ്റെ കഥയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഷാർക്കിനെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു. മമ്മി ഒരെണ്ണം എനിക്ക് ഉണ്ടാക്കി തന്നു. എന്നാൽ ഞാനത് സിങ്കിലിട്ട സമയത്ത് അത് വളരെ സന്തോഷത്തോടെ കൂടെ നീന്തിയെങ്കിലും കുറേ കഴിഞ്ഞ സമയത്ത് അത് കുതിർന്ന് വീർത്ത് വെറും പേപ്പർ പീസസ് ആയിട്ട് സിങ്കിൻ്റെ അടിവശത്തേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഇത് കണ്ട് ലാഹോവിന് പോലും സങ്കടം തോന്നി. അതുകൊണ്ട് തന്നെ മമ്മി എനിക്ക് ടിൻ ഫോയിൽ കൊണ്ട് പുതിയൊരു ഷാർക്കിനെ ഉണ്ടാക്കി തരാണ് ചെയ്തത്. അതൊരു ഗോൾഡ് ഫിഷ് ബോളിൽ സുഖമായിട്ട് ജീവിച്ചു. അത് ഗോൾഡ് ഫിഷുകളെ ഓടിക്കുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത് നോക്കിയിട്ട് ഞാനും ലാഹോയും ഇരിക്കുമായിരുന്നു. ഈ ഒരു ചേസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓടിക്കുക, പിന്തുടരുക എന്നൊക്കെയാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. When I was 10, we moved to a new house. 2 women neighbors came by to welcome us. Dad served them drinks and then apologized and went out saying that his wife doesn't speak much English and they should not think she is rude. The women continued talking between themselves. They thought Dad had made a mistake in choosing my mom and I was a monster. They came to me and asked for my name. They thought Jack was not a Chinese name. ഇവിടെ പറയുന്നത്, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞങ്ങളൊരു പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നൈബേഴ്സ് ആയിട്ടുള്ള 2 സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. ഫാദർ അവർക്ക് ഡ്രിങ്ക്സ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം അവരോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വൈഫിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് സംസാരിക്കാത്തതെന്നും അവരുടെ നിശബ്ദത അവരെ അലോസരപ്പെടുത്തരുതെന്നും നിങ്ങൾ അവരെക്കുറിച്ച് ഒരു റൂഡായിട്ടുള്ള ആളാണ് എന്ന് ചിന്തിക്കരുതെന്നും ഒക്കെ അദ്ദേഹം ആ ഒരു 2 സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത്യാവശ്യത്തിനായിട്ട് പുറത്തു പോകേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പുറത്തേക്ക് പോയി. ആ സ്ത്രീകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ആ ഒരു അഭിപ്രായത്തിൽ ഫാദർ മമ്മിയെ ഭാര്യയാക്കിയത് ഒരു വലിയ തെറ്റായിരുന്നു. അവരുടെ കണ്ണിൽ ഞാനൊരു മോൺസ്റ്റർ ആയിരുന്നു. എന്നോട് പേര് ചോദിച്ച സമയത്ത് ജാക്ക് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതൊരു ചൈനീസ് നെയിം അല്ലല്ലോ എന്നായിരുന്നു അവർ ചിന്തിച്ചത്. Mark, one of the neighborhood boys, came over with his Star Wars action figures. He wanted me to show him my toys. I didn't have any toys except my paper menagerie. I brought Lahu out from my bedroom. By then he was much worn, patched all over with tape and glue, evidence of the years of repairs mom and I had done on him. He was no longer as nimble and sure-footed as before. I placed him on the coffee table. I said it was a tiger. Lahu purred at Mark, sniffing his hands. Mark said Jack's mom makes toys from trash. I had never thought of Lahu as trash. But looking at him now, he was really just a piece of wrapping paper. Mark placed his Obi-Wan on the table. Lahu knocked the plastic figure off the table. It hit the floor and broke, and Obi-Wan's head rolled under the couch. Lahu and I laughed. ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മാർക്ക് എന്ന ഒരു ബോയ് അവൻ്റെ സ്റ്റാർ വാർസ് ആക്ഷൻ ഫിഗേഴ്സുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ടോയ്സൊക്കെ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നാൽ എനിക്ക് എൻ്റെ പേപ്പർ ടോയ്സ് അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ലാഹോവിനെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ കളറെല്ലാം പോയിട്ടുണ്ട്. ദേഹം മുഴുവൻ അവിടെയും ഇവിടെയൊക്കെ ടേപ്പൊട്ടിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. അവന് പണ്ടത്തെ പോലെയുള്ള ആ ഒരു ചൊടിയോ ചുറുചുറുക്കോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഹിയർ നിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുറുചുറുക്കോ, അതുപോലെ തന്നെ ഷുവർ ഫൂറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലുറപ്പിച്ച് നടക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറുചുറുക്കൊന്നും തന്നെ അവനില്ലായിരുന്നു. ഞാൻ അവനെ കോഫി ടേബിളിൻ്റെ പുറത്ത് വെച്ചു. അതൊരു ടൈഗർ ആണെന്ന് ഞാൻ പറഞ്ഞു. മാർക്കിനെ നോക്കി ലാഹോ മുരണ്ടു. അവൻ്റെ കൈകൾ മണത്തു. ഇത് കണ്ട് മാർക്ക് പറഞ്ഞത്, വേസ്റ്റ് പേപ്പർ കൊണ്ടാണ് മമ്മി എൻ്റെ ടോയ്സ് എല്ലാം ഉണ്ടാക്കിയതെന്ന്. ഞാൻ ഒരിക്കലും ലാഹോവിനെ ഒരു വേസ്റ്റ് ആയിട്ട് കണ്ടിരുന്നില്ല.
പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെ സൂക്ഷിച്ചു നോക്കിയ സമയത്ത് അത് വെറും ഒരു വേസ്റ്റ് പേപ്പറാണെന്ന് എനിക്കും തോന്നി. മാർക്ക് തൻ്റെ ഓബിവാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാഹോ അത് തട്ടി താഴെ ഇട്ടു. താഴെ വീണ് അത് പൊട്ടി. ഓബിവാനിൻ്റെ തല കട്ടിലിൻ്റെ താഴേക്ക് ഉരുണ്ടുപോയി. ഇത് കണ്ട് ഞാനും ലാഹോയും ചിരിച്ചു. Mark punched me hard and said that it was worth more than the cost my dad paid for my mom. I fell down. Laho leapt at Mark's face. Mark screamed, more out of fear and surprise than pain. Laho was only made of paper after all. Mark grabbed Laho and tore him in half. He balled up the two pieces of paper and threw them at me. After Mark left, I spent a long time crying. I tried to tape together the pieces but failed. My fight with Mark didn't end there. Mark was popular at school. He went on insulting me. After 2 weeks, one Friday, I came from school and looked into the mirror. I did not look like my mom. Later, I asked Dad if I had a chick face, even though I had never told him what happened in school. He seemed to understand. He said I didn't. When Mom talked in Chinese, I asked her to talk in English. I told her that I needed American food. My father said he would get a cookbook for Mom. Mom tried to touch my forehead, but I brushed her hand away. Dad also asked her to speak in English as she is in America. I wanted real toys too. ഇത് കണ്ട് മാർക്ക് എന്നെ ശക്തിയായി ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഒബി വാന് എൻ്റെ ഫാദർ മമ്മിയെ വാങ്ങിച്ച വിലയേക്കാൾ കൂടുതലുണ്ടെന്ന്. ഞാൻ താഴെ വീണു. ലാഹു മാർക്കിൻ്റെ മുഖത്തേക്ക് ചാടി. മാർക്ക് നിലവിളിച്ചു. വേദനയേക്കാൾ കൂടുതൽ ഭയവും അതിശയവുമായിരുന്നു അവന്. മാർക്ക് ലാഹുവിനെ പിടിച്ച് രണ്ടായി കീറി. ആ 2 കഷ്ണവും ചുരുട്ടി അവൻ എൻ്റെ നേരെ എറിഞ്ഞു. മാർക്ക് പോയ സമയത്ത് ഞാൻ വളരെ നേരം കരഞ്ഞു. ലാഹുവിൻ്റെ 2 കഷ്ണങ്ങൾ ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനുമായിട്ടുള്ള മാർക്കിൻ്റെ ആ ഒരു ഫൈറ്റ് അവിടം കൊണ്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ സ്കൂളിൽ നല്ല പോപ്പുലർ ആയിരുന്നു. അവൻ എന്നെ പല വിധത്തിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഫ്രൈഡേ ഞാൻ കണ്ണാടിയിൽ നോക്കി. മമ്മിയെ പോലെ ആയിരുന്നില്ല ഞാൻ. പിന്നീട് ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു, ഒരു ചൈനീസ് മുഖമാണോ എൻ്റേതെന്ന്. സ്കൂളിൽ നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് അതൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. ചൈനക്കാരൻ്റെ മുഖമല്ല എൻ്റേത് എന്ന് അദ്ദേഹം പറഞ്ഞു. മമ്മി ചൈനീസിൽ സംസാരിച്ചപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. എനിക്ക് അമേരിക്കൻ ഭക്ഷണമാണ് വേണ്ടത് എന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. ഒരു കുക്ക് ബുക്ക് മമ്മിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് ഫാദർ പറഞ്ഞു. മമ്മി എൻ്റെ നെറ്റിയിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ മമ്മിയുടെ കൈ ഞാൻ തട്ടി മാറ്റി. അമേരിക്കയിലായതുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഫാദർ മമ്മിയോട് ആവശ്യപ്പെട്ടു. എനിക്ക് റിയൽ ടോയ്സ് വേണമെന്നും ഞാൻ പറഞ്ഞു. Dad bought me a full set of Star Wars action figures. I gave the Obi-Wan Kenobi to Mark. I packed the paper Menagerie in a large shoebox and put it in the attic. If Mom spoke to me Chinese, I refused to answer her. After a while, she tried to use more English, but her accent and broken sentences impressed me. I tried to correct her. Eventually, she stopped speaking altogether if I were around. Mom began to mime things if she needed to let me know something. She tried to hug me the way she saw American mothers did on TV. I thought her movements exaggerated, uncertain, ridiculous, graceless. She saw that I was annoyed and stopped. Dad told me to treat her better. Mom learned to cook American style. I played video games and studied French. Every once in a while she made newspaper animals, but I stuffed them away in the box in the attic. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കായിട്ട് ഫാദർ ഒരു സ്റ്റാർ വാർ ആക്ഷൻ ഫിഗേഴ്സിൻ്റെ ഫുൾ സെറ്റ് തന്നെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഓബി-വാൻ കനോബി ഞാൻ മാർക്കിന് കൊടുത്തു. എൻ്റെ എല്ലാ പേപ്പർ ടോയ്സും ഞാനൊരു വലിയ ഷൂ ബോക്സിലിട്ട് മുകളിലത്തെ ഒരു കോണിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിയർ അറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം എന്നൊക്കെയാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. മമ്മി എന്നോട് ചൈനീസിൽ സംസാരിച്ച സമയത്ത് ഞാൻ അവർക്ക് അങ്ങനെ റിപ്ലൈ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സാവധാനം അവർ കൂടുതൽ ഇംഗ്ലീഷ് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ഉച്ചാരണവും തെറ്റായിട്ടുള്ള ആ ഒരു വാചകങ്ങളും ഒക്കെ എന്നെ വല്ലാണ്ട് എംബ്രേസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിയർ എംബ്രേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ അലോസരപ്പെടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മമ്മിയെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. മമ്മി പതിയെ ഞാൻ അവിടെയുള്ള സമയത്ത് ഒട്ടും തന്നെ മിണ്ടാണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്മിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നെങ്കിൽ മമ്മി എന്നെ മൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംഗ്യഭാഷയാണ് കേട്ടോ. ആംഗ്യഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. അമേരിക്കൻ മദേഴ്സ് ടി വിയിൽ കാണിക്കാറുള്ള പോലെ മമ്മി എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എനിക്ക് തോന്നി മമ്മിയുടെ ആ ഒരു പ്രയത്നങ്ങളെല്ലാം തന്നെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ അൺസർട്ടൻ, റിഡിക്കുലസ്, ഗ്രേസ്ലെസ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഹിയർ എക്സാജറേറ്റ് മീൻസ് അതിശയോക്തി, അതുപോലെ തന്നെ അൺസർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിരമായ, റിഡിക്കുലസ് പരിഹാസമായ, ഗ്രേസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ ഇല്ലാത്തതാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. എനിക്ക് ദേഷ്യമാണെന്ന് മമ്മിക്ക് മനസ്സിലായി.
മമ്മി ആ പരിശ്രമം നിർത്തി. ഫാദർ എന്നോട് പറഞ്ഞു കുറച്ചുകൂടെ മമ്മിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിഗണിക്കാനായിട്ട്. മമ്മി അമേരിക്കൻ രീതിയിൽ കുക്ക് ചെയ്യാനായിട്ട് പഠിച്ചു. ഞാൻ വീഡിയോ ഗെയിം കളിക്കുകയും ഫ്രഞ്ച് പഠിക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്ക് മമ്മി പേപ്പർ ആനിമൽസ് ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷേ ഞാൻ അവയെ മുകളിൽ വെച്ചിരുന്ന ഷൂ ബോക്സിലേക്ക് ഇടുമായിരുന്നു. Mom finally stopped making the animals when I was in high school, but then her English was much better, but I was already at that age when I wasn't interested in what she had to say, whatever language she used. Sometimes when I came home and saw her tiny body busily moving about in the kitchen, singing a song in Chinese to herself, it was hard for me to believe that she gave birth to me. We had nothing in common. She might as well be from the moon. I would then go to my room where I could continue my all-American pursuit of happiness. Dad and I stood, one on each side of Mom, lying on the hospital bed. She was not yet even 40, but she looked much older. For years he had refused to go to the doctor for the pain inside her that she said was no big deal. By the time an ambulance finally carried her in, the cancer had spread far beyond the limits of surgery. ഇവിടെ അദ്ദേഹം പറയുന്നത് ഞാൻ ഹൈസ്കൂളിലായിരുന്ന സമയത്ത് മമ്മി പേപ്പർ ആനിമൽസ് ഉണ്ടാക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മമ്മിയുടെ ഇംഗ്ലീഷ് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മമ്മി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള മനസ്സിനപ്പുറത്തേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞിരുന്നു. എന്ത് ലാംഗ്വേജ് പറഞ്ഞാലും എനിക്കത് കേൾക്കണമെന്നില്ലായിരുന്നു. ചില സമയത്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ മമ്മിയെ കിച്ചണിൽ ഓടി നടക്കുന്നത് കാണാമായിരുന്നു. വളരെ ചെറുതായിരുന്നു മമ്മിയുടെ ശരീരം. ഹിയർ ടൈനി മീൻസ് ചെറുത്, വളരെ ചെറുത് എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. മമ്മി അങ്ങനെ ചൈനീസിൽ പാട്ടുപാടി നടക്കുമ്പോൾ ഈ സ്ത്രീയിൽ നിന്നുമാണോ ഞാൻ ജനിച്ചത് എന്ന് വരെ ഞാൻ സംശയിക്കുമായിരുന്നു. പൊതുവായി ഞങ്ങൾ രണ്ടുപേരിലും ഒന്നും തന്നെ ഇല്ലായിരുന്നു. മമ്മി ചന്ദ്രനിൽ നിന്നും വന്ന ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചുപോയി അമേരിക്കൻ രീതിയിലുള്ള എൻ്റെ സന്തോഷങ്ങളെ തേടുമായിരുന്നു. മമ്മി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഫാദറും ഞാനും ഓരോ വശത്തും നിൽക്കുമായിരുന്നു. മമ്മിക്ക് 40 വയസ്സായിരുന്നെങ്കിലും അതിൽ കൂടുതൽ പ്രായം തോന്നിക്കുമായിരുന്നു. വളരെ നാളായി മമ്മിക്ക് വയറ്റിൽ വേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മമ്മി ഡോക്ടറുടെ അടുത്ത് പോകാനായിട്ട് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ആംബുലൻസ് വന്ന് മമ്മിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മമ്മിയുടെ ക്യാൻസർ ഓപ്പറേഷനിന് നിൽക്കാത്ത വിധത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then my mind was not in the room. It was the middle of the on-campus recruiting season and I was focused on resumes, transcripts and interview schedules. I schemed about how to lie to the corporate recruiters most effectively so that they will offer to buy me. I knew it was bad on my part to ignore my dying mother, but I did not bother. She was conscious. Dad held her left hand and leaned down to kiss her forehead. He seemed weak and old in a way that startled me. I realized that I knew almost as little about Dad as I did about Mom. Mom smiled at him and said she was fine. She turned to me and said she knew I had to go back to school and asked me not to worry about her. I reached out to touch her hand because I thought that I was supposed to do. I was relieved. I was already thinking about the flight back and the bright California sunshine. She whispered something to Dad. He left the room. In a fit of coughing, she told me her death should not worry me. She asked me to take out the box in the attic every year at Qingming and she would be with me always. ഇവിടെ പറയുന്നത് പക്ഷേ എൻ്റെ മനസ്സ് ആ റൂമിലൊന്നും തന്നെ ആയിരുന്നില്ല. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സീസൺ ആയിരുന്നു അത്. അതിനു വേണ്ടിയുള്ള റെസ്യൂം തയ്യാറാക്കുക, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക എന്നിവയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കോർപ്പറേറ്റ് റിക്രൂട്ടേഴ്സിൻ്റെ മുമ്പിൽ എന്തെല്ലാം നുണ പറഞ്ഞാണ് എനിക്ക് അവരെ പ്രീതിപ്പെടുത്താൻ പറ്റുക എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. മരിക്കാൻ കിടക്കുന്ന എൻ്റെ മമ്മിയെ ഇഗ്നോർ ചെയ്യുന്നത് ശരിയല്ലെന്ന് എൻ്റെ ബുദ്ധി പറഞ്ഞെങ്കിലും ഞാനത് ബോധം ചെയ്തില്ല. മമ്മിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഫാദർ മമ്മിയുടെ കൈ പിടിച്ച് മമ്മിയെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. ഫാദർ വളരെ പ്രായമായും ക്ഷീണിതനായും കാണപ്പെട്ടു. എനിക്കതിൽ നല്ല വിഷമം തോന്നി. മമ്മിയെ പറ്റി എനിക്ക് അറിയാവുന്നതിലും കൂടുതലായി ഒന്നും തന്നെ ഫാദറിനെ പറ്റിയും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. മമ്മി ഫാദറിന്റെ നേരെ തിരിഞ്ഞ് തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മമ്മി എൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, മമ്മിക്ക് അറിയാം എനിക്ക് പഠിക്കാനായി തിരിച്ചു പോകണമെന്ന്. മമ്മിയെ പറ്റി ടെൻഷൻ ആവേണ്ട എന്നും മമ്മി കൂട്ടിച്ചേർത്തു. ഞാൻ കൈകൾ നീട്ടി മമ്മിയെ തൊട്ടു. അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കരുതിയാണ് ഞാനത് ചെയ്തത്. എനിക്ക് ആശ്വാസമായി. എൻ്റെ മനസ്സ് കാലിഫോർണിയയിലേക്കുള്ള എൻ്റെ യാത്രയെ പറ്റിയായിരുന്നു. മമ്മി ഫാദറിനോട് എന്തോ പതുക്കെ പറഞ്ഞു. ഫാദർ പുറത്തേക്ക് പോയി. മമ്മിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമയ്ക്കുന്നതിനിടയിൽ മമ്മി പറഞ്ഞു, മമ്മിയുടെ മരണം എന്നെ വിഷമിപ്പിക്കരുത് എന്ന്. എല്ലാ വർഷവും ക്യുങ്ങിങ് സമയത്ത് മുകളിൽ വെച്ചിരിക്കുന്ന ഷൂ ബോക്സ് എടുത്ത് മമ്മിയെ ഓർക്കണമെന്നും എൻ്റെ കൂടെ മമ്മി ഉണ്ടായിരിക്കുമെന്നും മമ്മി പറഞ്ഞു.
Quming was the Chinese festival for the dead. When I was very young, Mom used to write a letter on Quming to her dead parents back in China, telling them the good news about the past year of her life in America. She would read the letter out loud to me, and if I made a comment about something, she would write it down in the letter too. Then she would fold the letter into a paper crane and release it facing west. We would then watch as the crane flapped its crisp wings on its long journey west towards the Pacific, towards China, towards the graves of Mom's family. It had been many years since I last did that with her. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂമിങ് എന്ന് പറയുന്നത് ആക്ച്വലി ചൈനയിൽ മരിച്ചവരുടെ ഓർമ്മ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. എൻ്റെ മമ്മി മരിച്ചുപോയ അവരുടെ പാരൻസിന് വേണ്ടിയിട്ട് ക്യൂമിങ്ങിൽ എഴുതുമായിരുന്നു. അതിൽ അമേരിക്കയിലുള്ള അവരുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു ലൈഫിനെ പറ്റിയൊക്കെ എഴുതാറുണ്ടായിരുന്നു. ആ ഒരു ലെറ്റർ മമ്മി എന്നെ ഉറക്കെ വായിപ്പിച്ച് കേൾപ്പിക്കാറും ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ലെറ്ററിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതും കൂടെ ആ ഒരു ലെറ്ററിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ലെറ്റർ മടക്കിയിട്ട് ഒരു ക്രെയിനിൻ്റെ രൂപത്തിലാക്കിയിട്ട്, ഹിയർ ക്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ കൊക്കിൻ്റെ രൂപത്തിലാക്കിയിട്ട് അവർ വെസ്റ്റിലേക്ക് നോക്കി അത് എറിയാറുണ്ടായിരുന്നു. വെസ്റ്റിലോട്ട് പറന്നു പോകുന്ന ആ ഒരു ക്രെയിനിൻ്റെ ചിറകടി കേട്ട് ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. വെസ്റ്റിലോട്ട് പറന്ന് അത് പസഫിക് മഹാസമുദ്രം താണ്ടിയിട്ട് ചൈനയിലെത്തി മമ്മിയുടെ പാരൻസിൻ്റെ ശവകുടീരത്തിലേക്കാണ് അത് പോകുന്നത്. മമ്മിയുടെ കൂടെ നിന്ന് ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കും. I told her that I did not know anything about the Chinese calendar. She wanted to speak further, but the cough prevented her. I saw her saying A and putting her hand over her heart. Dad came back and then I told him I needed to get to the airport early because I didn't want to miss my flight. She died when my plane was somewhere over Nevada. Dad aged rapidly after Mom died. The house was too big for him and had to be sold. My girlfriend Susan and I went to help him pack and clean the place. Susan found the shoebox in the attic. Susan said my mom was an amazing artist. ഇവിടെ പറയുന്നത്, ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചൈനീസ് കലണ്ടറിനെ പറ്റിയൊന്നും അറിയില്ല എന്ന്. മമ്മിക്ക് കൂടുതൽ എന്തോ ഒക്കെ എന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ചുമ കാരണം അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈ ഹാർട്ടിൽ വെക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും ഡാഡി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡാഡിയോട് പറഞ്ഞു എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകുമെന്ന്. എൻ്റെ ഫ്ലൈറ്റ് നെവാഡയുടെ മുകളിൽ കൂടി പറക്കുമ്പോൾ എൻ്റെ മമ്മി മരിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് പെട്ടെന്ന് വയസ്സാകാൻ തുടങ്ങി. വലിയ വീടായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അത് വിൽക്കേണ്ടി വന്നു. എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള സൂസനും ഞാനും അവിടെയുള്ള സാധനങ്ങൾ ഒതുക്കാനായിട്ട് ഡാഡിയെ സഹായിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മുകളിൽ വെച്ചിരുന്ന ഷൂ ബോക്സ് സൂസനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സൂസൻ പറഞ്ഞു എൻ്റെ മമ്മി ഒരു വലിയ ആർട്ടിസ്റ്റാണ് എന്ന്. It was the first weekend in April, 2 years after Mom's death. Susan was out of town. I was home, lazily flipping through the TV channels. I paused at a documentary about sharks. Suddenly I saw, in my mind, Mom's hands as they folded and refolded tin foil to make a shark for me, while Laho and I watched. A rustle. I looked up and saw that a ball of wrapping paper and torn tape was on the floor next to the bookshelf. I walked over to pick it up for the trash. The ball of paper shifted, unfurled itself, and I saw that it was Laho, who hadn't thought about in a very long time. He was smaller than I remembered. Or maybe it was just that back then my fists were smaller. Susan had put the paper animals around our apartment as decoration. She probably left Laho in a pretty hidden corner because he looked so shabby. I sat down on the floor and reached out a finger. Laho's tail twitched and he pounced playfully. I laughed, stroking his back. Laho purred under my hand. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലിലെ ആദ്യത്തെ വീക്കെൻഡ് ആയിരുന്നു അത്. മമ്മി മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിരുന്നു. വീട്ടിലിരുന്ന് ഞാൻ TV ചാനൽസൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷാർക്സിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മമ്മി ഉണ്ടാക്കി തന്ന ഷാർക്സിനെ പറ്റി ഞാൻ ഓർത്തു. പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മർമ്മര ശബ്ദം എൻ്റെ ചെവിയിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. ഹിയർ റസൽ മീൻസ് മർമ്മര ശബ്ദം എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. ഞാൻ നോക്കിയ സമയത്ത് റാപ്പിംഗ് പേപ്പറിൻ്റെ ഒരു ഉണ്ട താഴെ കിടക്കുന്നു. ബുക്ക് ഷെൽഫിന് താഴെയാണ് അത് കിടന്നിട്ടുണ്ടായിരുന്നത്. അതിനടുത്ത് കീറിയൊരു ടേപ്പും ഉണ്ടായിരുന്നു. എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആ പേപ്പർ കോളം അവിടെ നിന്നും മാറി. എന്നിട്ട് അത് തന്നെത്താൻ തുറന്നു. ലേഹോ ആയിരുന്നു അത്. കുറേ നാളായി ഞാൻ അവനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഓർത്തതിലും ചെറുതായിരുന്നു അവൻ. ഒരു പക്ഷേ അന്ന് എൻ്റെ മുഷ്ടി ചെറുതായിരുന്നത് കൊണ്ടായിരിക്കാം. ഹിയർ ഫിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഷ്ടി എന്നാണ് കേട്ടോ. സൂസൻ പേപ്പർ ആനിമൽസിനെ എല്ലാം തന്നെ ഒരു ഡെക്കറേഷൻ പോലെ അപ്പാർട്ട്മെൻറ്റിൽ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
വളരെ ഷാബി. ഹിയർ ഷാബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഷിഞ്ഞ എന്നാട്ടോ. വളരെ മുഷിഞ്ഞത് കൊണ്ടായിരിക്കാം ലാഹോവിനെ ഒരു മൂലയിലാണ് അവൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ എൻ്റെ വിരൽ കൊണ്ട് അവനെ തൊടാനായിട്ട് പോയി. ലാഹോവിൻ്റെ വാൽ അനങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ചാടി ചാടി നടന്നു. അവൻ്റെ പുറം ഭാഗം തലോടിക്കൊണ്ട് ഞാൻ ചിരിച്ചു. എൻ്റെ കൈകളുടെ അടിയിൽ ഇരുന്നു കൊണ്ട് ലാഹോ മുരണ്ടു. Soon Laho stopped playing. He got up, jumped into my lap and proceeded to unfold himself. In my lap was a square and creased wrapping paper, the plain side up. It was filled with dense Chinese characters. I have never learned to read Chinese, but I knew the characters for son, and they were at the top, written in mom's awkward, childish handwriting. I went to the computer to check the internet. Today was queuing. I took the letter with me downtown, where I knew the Chinese tour buses stopped. The young woman agreed to help. We sat down on a bench together and she read the letter to me aloud. The language that I had tried to forget 4 years came back, and I felt the words sinking into me, through my skin, through my bonds, until they squeezed tight around my heart. ഇവിടെ പറയുന്നത് പെട്ടെന്ന് ലാഹോ അവൻ്റെ കളികളെല്ലാം നിർത്തി അവൻ ചാടി എൻ്റെ മടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ തന്നെ തുറക്കാൻ തുടങ്ങി. എൻ്റെ മടിയിൽ ചുരുണ്ടുകൂടിയ ഒരു കടലാസ് കഷ്ണം വീണു. അത് നിറയെ ചൈനീസ് അക്ഷരങ്ങളായിരുന്നു. ഞാൻ ഒരിക്കലും ചൈനീസ് വായിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മകൻ എന്നതിൻ്റെ ലെറ്റേഴ്സ് എനിക്ക് അറിയാമായിരുന്നു. മമ്മിയുടെ വടിവില്ലാത്ത കൊച്ചുകുട്ടികളുടെ എഴുത്തുപോലെയായിരുന്നു അത്. ഞാൻ നേരെ കമ്പ്യൂട്ടറിൽ പോയി ചെക്ക് ചെയ്തു. അന്നായിരുന്നു ക്യുമിങ്. ഞാൻ ആ ലെറ്ററുമായിട്ട് ടൗണിലേക്ക് പോയി. ചൈനീസ് ടൂർ ബസ്സുകൾ നിർത്തിയിരുന്ന സ്ഥലം എനിക്കറിയാമായിരുന്നു. ഒരു സ്ത്രീ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്നു. ആ ചൈനക്കാരി ആ ലെറ്റർ എന്നെ വായിച്ചു കേൾപ്പിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ചൈനീസ് ഭാഷ മറക്കാൻ വളരെ പ്രയത്നിച്ച എൻ്റെ ഹൃദയത്തോട് ഓരോ വാക്കും ആഴ്ന്നിറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നിലും ബോണിലും തുളച്ചു കയറി എൻ്റെ ഹൃദയത്തെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു ആ വാക്കുകളെല്ലാം. Son, we haven't talked in a long time. You are so angry when I try to touch you and I'm afraid. This pain I feel all the time now is something serious. So I decided to write to you. I'm going to write in the paper animals I made for you that you used to like so much. I want to tell you my story. I was born in 1957 in Siglu. It is famous for paper craft. We made paper birds to chase grasshoppers away from the fields and paper tigers to keep away the mice. For Chinese New Year, my friends and I made red paper dragons. Then came the Cultural Revolution in 1966. Neighbor turned on neighbor and brother against brother. One of my uncles had left for Hong Kong back in 1946 and became a merchant there. Having a relative in Hong was a crime in China. My grandmother couldn't take the abuse and threw herself down a well. My father was dragged away to the woods and he never back. There I was a 10-year-old orphan. I wanted to reach Hong Kong. I was trying to catch a train when some people caught me for stealing food. When they heard that I was trying to get to Hong Kong, they smuggled me and other girls across the border. I was bought by the Chin family. For 6 years I was their slave. One day an old woman told me about American men who wanted Asian wives. If I can cook, clean and take care of my American husband, he will give me a good life. It was the only hope I had. And that was how I got into the catalog with all those lies and met your father. In the suburbs of Connecticut, I was lonely. Your father was kind and gentle with me, and I was very grateful to him. But no one understood me, and I understood nothing. ഇവിടെ പറയുന്നത് മമ്മി എഴുതിയിട്ടുള്ള ലെറ്ററിനെ കുറിച്ചാണ്. മകനെ, നമ്മൾ സംസാരിച്ചിട്ട് വളരെ നാളായിട്ടുണ്ട്. നിന്നെ ഞാൻ തൊടാൻ ശ്രമിക്കുമ്പോൾ നീ ദേഷ്യപ്പെടുമായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയമായിരുന്നു. എൻ്റെ വേദന ഇപ്പോൾ അതികഠിനമാണ്. ഞാൻ അതുകൊണ്ട് നിനക്ക് എഴുതാമെന്ന് കരുതി. നിനക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ ആനിമൽസിലാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ കഥ എനിക്ക് നിന്നോട് പറയണം. 1957 സിഗിലുവിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. പേപ്പർ ക്രാഫ്റ്റുകൾക്ക് പേര് കേട്ട സ്ഥലമാണത്. പേപ്പർ ബേർഡ്സ് ഉണ്ടാക്കി വയലുകളിൽ നിന്നും ഗ്രാസ് ഹോപ്പേഴ്സിനെയൊക്കെ ഞങ്ങൾ ഓടിക്കുമായിരുന്നു. എലികളെ പേടിപ്പിക്കാൻ ഞങ്ങൾ പേപ്പർ ടൈഗർ ഉണ്ടാക്കുമായിരുന്നു. ചൈനീസ് ന്യൂ ഇയറിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ചൈനീസ് ഡ്രാഗൺ ഉണ്ടാക്കിയിരുന്നു. 1966 കൾച്ചറൽ റെവല്യൂഷൻ ചൈനയിൽ അരങ്ങേറിയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ നൈബേഴ്സും ഫ്രണ്ട്സും ഒക്കെ ശത്രുക്കളായിട്ട് മാറി. ഹോങ്കോങ്ങിലേക്ക് പോയ ആൾക്കാരുടെ റിലേറ്റീവ്സ് രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരെ അവർ നിരന്തരം വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. 1946 എൻ്റെ ഒരു അങ്കിൾ ഹോങ്കോങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഒരു മെർച്ചൻ്റായി. ഹോങ്കോങ്ങിലുള്ള ആരുടെയെങ്കിലും റിലേറ്റീവ് ആയിരുന്നത് ചൈനയിൽ ഒരു മഹാകുറ്റമായിരുന്നു. അത്തരം വേട്ടയാടൽ മൂലം എൻ്റെ ഗ്രാൻഡ് മദർ കിണറ്റിൽ ചാടി ജീവനൊടുക്കി.
ഒരു കൂട്ടം ചെറുപ്പക്കാർ തോക്കുമായി വന്ന് ഗ്രാൻഡ് ഫാദറിനെ കാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഒരിക്കലും തിരികെ വന്നിട്ടില്ല. എൻ്റെ 10ാം വയസ്സിൽ ഞാനൊരു ഓർഫനായി. എങ്ങനെയെങ്കിലും ഹോങ്കോങ്ങിൽ എത്തിപ്പറ്റണം എന്നായിരുന്നു എൻ്റെ ആശ. ഞാനൊരു ട്രെയിനിൽ കയറി പോകുകയായിരുന്നു. പിന്നീട് ഒരു വയലിൽ നിന്നും ഭക്ഷണം മോഷ്ടിക്കുന്നതിനിടയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ എന്നെ പിടികൂടി. ഹോങ്കോങ്ങിൽ പോകാനായിരുന്നു എനിക്ക് പ്ലാൻ എന്ന് മനസ്സിലാക്കിയ അവർ എന്നെ സ്മഗിൾ ചെയ്ത് അതിർത്തി കടത്തി. എന്നെപ്പോലെ വേറെ കുറേ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവിടെ അവർ എന്നെ ഒരു ചിൻ കുടുംബത്തിന് വിറ്റു. 6 വർഷം ഞാൻ അവരുടെ അടിമയായിരുന്നു. ഒരിക്കൽ ഒരു വയസ്സായ സ്ത്രീ എന്നോട് പറഞ്ഞു, അമേരിക്കൻ പുരുഷന്മാർക്ക് ചൈനീസ് സ്ത്രീകളെ ആവശ്യമുണ്ടെന്ന്. നന്നായി കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീട് ക്ലീൻ ആക്കാനും അമേരിക്കക്കാരനായ ഭർത്താവിനെ വേണ്ട വിധം പരിചരിക്കാനും കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ഏക പ്രതീക്ഷ അതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പേര് കാറ്റലോഗിലെ പരസ്യ കോളങ്ങളിൽ കൊടുത്തു. എനിക്ക് നല്ലവണ്ണം കുക്ക് ചെയ്യാനറിയാം, ഡാൻസ് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് നല്ല പോലെ സംസാരിക്കും എന്നും മറ്റുമുള്ള പച്ചക്കള്ളങ്ങളായിരുന്നു പരസ്യത്തിൽ. അങ്ങനെയാണ് ഞാൻ നിന്റെ അച്ഛനെ കാണുന്നത്. കണക്റ്റിക്കറ്റിൽ എനിക്ക് വലിയ ഏകാന്തതയായിരുന്നു. പക്ഷെ നിന്റെ ഫാദർ എന്നെ സ്നേഹിക്കുകയും അതേപോലെ തന്നെ ദയാപൂർവം പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. മറ്റുള്ളവർ ആരും എന്നെ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്കും ഒന്നും മനസ്സിലായില്ല. But then you were born and I was so happy. In your face I saw my mother, my father and myself. You grew up a little and now you could even help your father and I talked to each other. I was really at home now. I finally found a good life. Son, I know that you do not like your Chinese eyes and your Chinese hair, which are mine. But can you understand how much joy your very existence brought to me? And can you understand how it felt when you stopped talking to me and won't let me talk to you in Chinese? I felt I was losing everything all over again. Why won't you talk to me, son? The pain makes it hard to write. പക്ഷേ നീ ജനിച്ച സമയത്ത് എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നിന്റെ മുഖത്ത് എൻ്റെ മദറിനെയും ഫാദറിനെയും എന്നെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീ വളർന്നു വന്നപ്പോൾ നിന്റെ ഫാദറിനും എനിക്കും സംസാരിക്കാൻ സഹായകമായി. അപ്പോഴാണ് ഇത് സ്വന്തം വീടാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. എൻ്റെ നല്ല ജീവിതം തുടങ്ങുകയായിരുന്നു. മകനെ, എനിക്കറിയാം നിന്റെ ചൈനീസ് കണ്ണുകളും തലമുടിയും നിനക്കിഷ്ടമില്ലെന്ന്. കാരണം അവ എൻ്റേതുപോലെയാണ്. പക്ഷേ നിന്റെ വരവ് എത്രമാത്രം സന്തോഷമാണ് എനിക്ക് തന്നത് എന്ന് നിനക്കറിയാമോ? എന്നോട് നീ സംസാരം നിർത്തിയപ്പോഴും നിന്നോട് ചൈനീസിൽ സംസാരിക്കുന്നതിൽ നിന്നും എന്നെ വിലക്കിയപ്പോഴും എത്രമാത്രം പ്രയാസമാണ് ഞാൻ അനുഭവിച്ചത് എന്ന് നിനക്കറിയാമോ? എനിക്ക് വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. മകനെ, എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാത്തത്? എൻ്റെ വേദന എന്നെ കൂടുതൽ എഴുതാൻ സമ്മതിക്കുന്നില്ല. The young woman handed the paper back to me. I could not bear to look into her face. Without looking up, I asked for her help in tracing out the character for A on the paper below Mom's letter. I wrote the character again and again on the paper, intertwining my pen strokes with her words. The young woman reached out and put a hand on my shoulder. Then she got up and left, leaving me alone with my mother. Following the creases, I refolded the paper back into Lahore. I cradled him in the crook of my arm and as he purred, we began the walk home. ഇവിടെ പറയുന്നത് ആ ലെറ്റർ എന്നെ വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരുന്ന ആ ലേഡി എനിക്കത് തിരികെ തന്നു. അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും എനിക്ക് ത്രാണിയില്ലായിരുന്നു. മുകളിലേക്ക് നോക്കാതെ തന്നെ മമ്മിയുടെ എഴുത്തിന് താഴെ എ എന്നതിനുള്ള ആ ഒരു അക്ഷരം പല പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ലെറ്റർ വായിച്ചു തന്ന ലേഡി എൻ്റെ തോളത്ത് കൈവച്ചു. എന്നിട്ട് അവരെഴുന്നേറ്റ് അവിടെ നിന്നും പോയി. എന്നെയും എൻ്റെ അമ്മയെയും അവിടെ നിർത്തിയിട്ട് ഞാൻ ലാഹോവിനെ പഴയ പോലെ ആക്കാൻ ശ്രമിച്ചു. എൻ്റെ കൈകളിൽ ഞാൻ അവനെ എടുത്തു. അവൻ സ്നേഹത്തോടെ മുരളുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള തിരച്ചുപോക്കായിരുന്നു അത്. ഇവിടെ ഇൻ്റർവീനിങ് എന്ന് പറയുന്നത് തമ്മിൽ പിണയ്ക്കുക എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. ദ പേപ്പർ മെനേജറി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി, ഇതൊരു സ്റ്റോറി ആണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണിത്. പ്രത്യേകിച്ച് ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ വോയിസ് ഇത്രയും പതറിയിട്ടില്ല. കാരണം അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സാണ് ആ ഒരു ലെറ്ററിലുള്ളത്. അതൊരു സ്റ്റോറിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ഇതുപോലെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും നമ്മുടെയൊക്കെ ലൈഫിലും. അതുകൊണ്ട് നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ ആരാണെങ്കിലും അവരെ അവോയ്ഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളിൽ ചിലരെങ്കിലും അങ്ങനെ ആയിരിക്കും. നമ്മുടെ പാരൻസിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് കേൾക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ ആയിരിക്കില്ല പല സമയത്തും. ചിലപ്പോൾ നമ്മൾ അവരെ കേൾക്കാണ്ട് പോവും.
അവർ ചിലപ്പം നമ്മളുടെ ആ ഒരു കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് വില കൽപ്പിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നമ്മളതൊന്നും അറിയാണ്ട് അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, പക്ഷേ എങ്കിലും ചിലരെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ മനസ്സിലാക്കാനും അവരെ അറിയാനുമായിട്ട് ശ്രമിക്കുക. കാരണം കുറേ കഴിഞ്ഞ് ഇതുപോലെയൊക്കെ അവരെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ അവരുടെ ആ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാവുക. അപ്പോഴേക്കും പിന്നെ നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ, അത് പാരൻസോ ആരാണെങ്കിലും, നമ്മളെ അറിയാൻ ശ്രമിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയും അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ.